കേട്ടിട്ട് പരീക്ഷ ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. എന്താണ് സംഭവിച്ചതെന്നല്ലേ? ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് കേട്ടോ. ഇന്ന് പക്ഷേ സെർവർ അങ്ങ് പണിമുടക്കി. രാവിലെ മുതൽ സെർവർ തകരാർ മൂലം അപേക്ഷകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നേയില്ല. പരീക്ഷാ ഭവനിൽ വിളിച്ചിട്ട് പ്രതികരണമില്ല. ഇതാണ് അവസ്ഥ. ഇന്ന് കേഡറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. 10:30 മണി മുതൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എറർ എന്ന് വേണമെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സേവ് ആവില്ല. എറർ എന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കാരണം അറിയാനായിട്ട് ഞാൻ എഡ്യൂക്കേഷന്റെ ഇതിന് കൊടുത്തിരിക്കുന്ന പരീക്ഷാഭവനിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയും അത് ഫുൾ എൻഗേജഡ് ആണ്. ചിലതാണെങ്കിൽ ഒരു സെക്കൻഡിൽ ബീപ്പ് നടിച്ച് നിന്ന് പോകും. ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ഒരു ലാസ്റ്റ് ഡേറ്റിൽ ഒരു സാധനം ഇങ്ങനെ കംപ്ലൈന്റ് വന്ന ആളുകൾ വിളിച്ചാൽ ഫോൺ എടുക്കാനുള്ള ഒരു മര്യാദ ഒരു ആരും കാണിക്കുന്നില്ല. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാര്യം അറിയാനായിട്ട് ഈ പറഞ്ഞ അതിൽ സൈറ്റിൽ കൊടുത്തേക്കുന്ന ആളുകളെ വിളിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നോ റെസ്പോൺസ്. ഗോപാൽ ശീലാസനലാണ് ചേരുന്നത്. ഗോപാൽ, സമയം നീട്ടി നൽകുമോ? ഇതിപ്പോൾ സെർവർ തകരാർ വലിയ പണിയായിരിക്കുകയാണല്ലോ ഉദ്യോഗാർത്ഥികൾക്ക്. അതേ വിനിത, ഈ കേട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ ചർച്ചയായ ഒരു വിഷയമാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലേക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഔദ്യോഗികമായി ഈ കേട്ടിന് അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ ആ അവസാന ദിനത്തിൽ രാവിലെ മുതൽക്കേ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാനും അപേക്ഷിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടാണ് അവർ നമ്മോട് വ്യക്തമാക്കിയത്. ഔദ്യോഗിക വെബ്സൈറ്റിൽ തങ്ങളുടെ രേഖകളും വിവരങ്ങളും എല്ലാം തന്നെ രേഖപ്പെടുത്തി അതിനുശേഷം അവസാന ഘട്ടത്തിൽ ഫോട്ടോയും അപ്ലോഡ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യാനായി നോക്കുമ്പോഴാണ് ഈ വെബ്സൈറ്റ് പൂർണ്ണമായും എററായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും നമുക്ക് സ്ക്രീനിലുണ്ട് എന്നതാണ് കരുതുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഒരു എക്സ് ചിഹ്നത്തിൽ അല്ലെങ്കിൽ എറർ എന്ന തരത്തിലേക്ക് ആണ് ഓരോ തവണയും ഇതിങ്ങനെ ഉദ്യോഗാർത്ഥികളും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗോപാൽ, ഇതിലിപ്പോൾ ഒരു പരിഹാരം എന്താണ്? സമയം നീട്ടി നൽകുമോ അതോ അവരുടെ അവസരം നഷ്ടമാവുകയാണോ? സമയം നീട്ടി നൽകുക എന്നതിനപ്പുറത്തേക്ക് ഒരു പരിഹാര മാർഗവും ഇതിലില്ല വിനീത. കാരണം ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് നടപടിയെടുത്തു എന്നതാണ് ചോദിക്കേണ്ടത്. ഇത്തരത്തിലൊരു പ്രശ്നം നേരിടുമ്പോൾ സ്വാഭാവികമായും അതിന്റെ അതോറിറ്റി ആയിരിക്കും അവർ ബന്ധപ്പെടുക. രാവിലെ മുതൽക്കേ തന്നെ പരീക്ഷാ ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട ചുമതലപ്പെട്ട നമ്പറിൽ, വെബ്സൈറ്റിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുമ്പോൾ അവർ ഒരു തരത്തിലേക്കുള്ള പ്രതികരണവുമില്ല. ഭൂരിഭാഗം സമയവും ഇത് ബിസിയാണ്, എൻഗേജ്ഡ് ആണ് എന്ന് പറയും. ചില സമയത്ത് ബീപ്പ് അടിച്ചങ്ങ് നിൽക്കും. ആ കോൾ കണക്ട് ആവുന്നത് പോലുമില്ല. അവർക്ക് ബന്ധപ്പെടാനോ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാലല്ലേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഗോപാൽ ഒന്ന് വിളിച്ചു നോക്കൂ, നമുക്ക് ഇവരുടെ പ്രശ്നം ഒന്ന് അങ്ങ് ഏറ്റെടുക്കാം. ഈ സമയം നീട്ടി നൽകിയേ പറ്റൂ എന്നതാണ്. ഗോപാൽ ഒന്ന് വിളിച്ചു നോക്കൂ. പരീക്ഷാ ഭവനിലേക്ക് വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ പരീക്ഷാ കൺട്രോളർ എന്ന് വിളിച്ചു നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മന്ത്രി ഒന്ന് വിളിച്ചു നോക്കൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ കേട്ടോ ഗോപാൽ. അതിലൊരു വിഷയത്തിൽ എന്തായാലും ഗോപാലിന് ഒരു ഇടപെടൽ ഉണ്ടാകണം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, രാവിലെ മുതൽ സെർവർ തകരാറാണ്. അവസാന ദിവസമായി ഇന്നും പണിമുടക്കിയിരിക്കുന്നു. അപേക്ഷകളൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. എന്തായാലും സമയം നീട്ടി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.